നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കഷ്ണം മത്തങ്ങയും ഒരു കൈപ്പിടി കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്തിട്ടുള്ള വൻപയറും എടുത്തു വച്ചിട്ടുണ്ട്. നമുക്കിതുകൊണ്ടൊരു എരിശ്ശേരി തയ്യാറാക്കാം. ആദ്യം നമുക്ക് വൻപയറൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന പയർ ഒരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചു വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് കുക്കർ നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ഈ പയർ വേവാനായിട്ട് വെക്കാം. കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള പയറായതുകൊണ്ട് നമുക്ക് 2-3 വിസിൽ വരുന്നിടം വരെ മാത്രമേ ഈ പയർ വേവിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പയർ വെന്തുടഞ്ഞു പോകും. നമുക്ക് ഈ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ പിളർന്നെടുക്കാം. കുക്കറിന് 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് മാറ്റി വെക്കാം. എടുത്തു വച്ചിരിക്കുന്ന മത്തങ്ങ ഒരു പാത്രത്തിലിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പിടി തേങ്ങ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഈ തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറിക്ക് ഒരു കളറ് കിട്ടാനായിട്ട് മാത്രം ഒരു നുള്ളു മുളക് പൊടിയും അല്പം ജീരകവും 2 ചുവന്നുള്ളിയും കൂടെ എടുക്കാം. മത്തങ്ങ വേവാൻ വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഇതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുകൊണ്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ജാറൊന്ന് അടച്ച് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ മത്തങ്ങ ഒന്ന് വെന്തോന്ന് നോക്കാം. മത്തങ്ങ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെയായിട്ട് മത്തങ്ങയിലും പയറിലും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് അല്പസമയം മത്തങ്ങയും പയറും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി നോക്കാം. മത്തങ്ങ ഉടഞ്ഞു പോകാതെ എടുക്കണം. ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഈ അടുപ്പിലേക്ക് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഈ പാനൊന്ന് ചൂടായി വരട്ടെ. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൻമുളകും 2 അല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. നല്ലതുകൊണ്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങ മൂത്ത് നല്ല ബ്രൗൺ നിറമായി കിട്ടണം. അതുവരെ നമുക്കിത് അടുപ്പിൽ വെച്ച് മൂപ്പിക്കണം. തേങ്ങ പാകത്തിന് മൂത്ത് കിട്ടിയാൽ മാത്രമേ നമ്മുടെ എരിശ്ശേരിക്ക് സ്വാദ് കിട്ടത്തുള്ളൂ. നമുക്ക് വറുത്ത തേങ്ങ ഒന്ന് മാറ്റി വെക്കാം. ആ അടുപ്പിലേക്ക് നമുക്ക് മത്തങ്ങ കൂട്ടെടുത്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം.
ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ എരിശ്ശേരിയുടെ നല്ല ഒരു മണം വരുന്നുണ്ട്. ഈ എരിശ്ശേരിയും മോര് കാച്ചിയതും മാത്രം മതി ചോറുണ്ണാൻ.